കൊച്ചിയിൽ നടന്നിട്ട് ഇന്ന് 9 വർഷം തികയുകയാണ്. കേസിൽ 6 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഉടൻ കോടതിയെ സമീപിക്കും. ദിലീപിനെ ശിക്ഷിക്കണമെന്ന ആവശ്യവും അപ്പീലിൽ ഉൾപ്പെടുന്നു. അതേസമയം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മെഴുകുതിരി തെളിയിച്ച് WCC കൂട്ടായ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. കോഴിക്കോട് മാനാഞ്ചിറയിലും കൊച്ചി മറൈൻ ഡ്രൈവിലും തിരുവനന്തപുരം മാനവീയ വീഥിയിലും അവൾക്കൊപ്പം ക്യാമ്പയിൻ സംഘടിപ്പിക്കും. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. അതിപ്പോൾ സംഭവിച്ച 9 വർഷം പിന്നിട്ടിട്ടും അതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. എന്തായാലും പോരാട്ടം തുടരാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. അതിന് ഐക്യദാർഢ്യവുമായി WCC അടക്കമുള്ള സംഘടനകളും കൂട്ടായ്മകളും രംഗത്തുണ്ടല്ലേ? അതുതന്നെയാണ് 2017 ഫെബ്രുവരി 17 കേരളത്തെ എന്നല്ല രാജ്യത്തെ തന്നെ നടുക്കിയ ഏറ്റവും വലിയ സംഭവം അരങ്ങേറിയത്. അന്ന് ആ സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് ആ നടി പീഡിപ്പിക്കപ്പെട്ടത്. അതിക്രൂരമായ പീഡനമാണ് അന്നുണ്ടായത് എന്ന് പിന്നീടാണ് നമ്മളെല്ലാവരും അറിയുകയും ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ 9 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് അത് നിയമപരമായും അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായും വലിയ രീതിയിലുള്ള ചർച്ചകളും കോളിളക്കങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന സംഭവമായി ഇപ്പോഴും തുടരുകയാണ്. ഈ കഴിഞ്ഞ 9ാമത് വർഷത്തിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശിക്ഷയുണ്ടായതും അതിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന ദിലീപ് അതിൽ നിന്ന് മോചിതനാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടികളിലേക്ക് പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതടക്കമുള്ള വിഷയങ്ങളിലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അന്ന് ഹേമ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് വർഷങ്ങളോളം നടപടിയൊന്നുമില്ലാതെ സർക്കാർ പൂഴ്ത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. പക്ഷേ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടും എന്താണ് അന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് അതൊന്നും ഇതുവരെയും നടപ്പിലാവാത്ത ഒരു സ്ഥിതിയുമുണ്ട്. സംഭവം നടന്ന 9 വർഷത്തിനിപ്പുറവും ഇത്രയും വിവാദമായ വിഷയമുണ്ടായിട്ടും അതിൽ കൃത്യമായ ഒരു നടപടികളിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ WCCയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മെഴുകുതിരി തെളിയിച്ചുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ധാരാളം ആളുകൾ ഇന്ന് പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച് 9 വർഷം പിന്നിടുന്നതിനിപ്പുറവും ആ നടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് നടിയുടെ ഒരു നിലപാടായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. യെസ്, അതുതന്നെയാണ്. എന്തായാലും നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്നാണ് പ്രോസിക്യൂഷനും നടിയും വ്യക്തമാക്കുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.